3 മണിക്കൂറും 21 മിനിറ്റും ദൈർഘ്യമുള്ള ഒരു മാരക എപ്പിക് ചിത്രം. ആർട്ടിനെ ഇതിലും നന്നായി വർണ്ണിക്കുന്ന ഒരു ചിത്രം ഇല്ലെന്ന് തന്നെ പറയണം. ഒരു ആർട്ടിസ്റ്റിൻ്റെ മനോവികാരങ്ങളെ എത്രമാത്രം വ്രണപ്പെടുത്താൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ഈ ഒരു അപാര സൃഷ്ടിയുടെ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അൾട്ടിമേറ്റ് ക്ലാസിക് ഫിലിംസൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ്. കഥ തുടങ്ങുമ്പോൾ തന്നെ ജനക്കൂട്ടത്തിൻ്റെ ഒച്ചയും ബഹളവും നിറഞ്ഞ ഒരു അന്തരീക്ഷം. നമ്മുടെ നായകൻ ലാസ്ലോ തിക്കും തിരക്കുമുള്ള ട്രെയിനിൽ വന്ന് അമേരിക്കയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. യൂറോപ്പിൽ നിന്ന് കുടിയേറി വരുന്ന ജൂതമത വിശ്വാസികളാണ് എല്ലാവരും. ഇനി ലാസ്ലോ ആരാണെന്ന് അറിയണ്ടേ? ഹംഗേറിയൻ ജൂത വാസ്തുശില്പിയാണ് ലാസ്ലോ. 2ാം ലോക മഹായുദ്ധ സമയത്ത് ഭാര്യയും അനുജത്തെയും പിരിഞ്ഞ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി വരുന്ന വരവാണ്. വന്നിറങ്ങുന്നതിന് ശേഷം ആദ്യം കാണുന്ന ഒരു കടയിൽ കയറി എന്തൊക്കെയോ കൊടുത്ത് എന്തൊക്കെയോ വാങ്ങുന്നു. പുറത്തിറങ്ങി കച്ചവടക്കാരിയോട് കുശലമൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ഫിലാഡൽഫിയയിലേക്ക് ബസ്സിൽ കയറിയുള്ള യാത്ര. അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ലാസ്ലോ പോകുന്നത് തൻ്റെ കസിനായിട്ടുള്ള ആറ്റിലയുടെ അടുത്തേക്കാണ്. അവർ കണ്ടുമുട്ടി കെട്ടിപ്പിടിച്ച് കരയുന്നു. ആറ്റിലയുടെ അമേരിക്കൻ വൈഫാണ് ഓഡ്രി. അവർ രണ്ടുപേരും ചേർന്ന് ലാസ്ലോയെ അവൻ്റെ ഫർണിച്ചർ ഷോപ്പ് കാണിച്ചു കൊടുക്കുന്നു. ശേഷം ഷോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് സ്റ്റോർ റൂമിൽ അവനെ ഉറങ്ങാനൊരു കട്ടിൽ തരപ്പെടുത്തുന്നു. അവരുടെ കൂടെ നിൽക്കുവാൻ അവന് അനുവാദം ലഭിച്ചെങ്കിലും ഭാര്യ ഓഡ്രിക്ക് ലോസ്ലിയെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. തൊട്ടടുത്ത ദിവസം ഫുഡ് കഴിക്കാൻ പബ്ലിക് കിച്ചണിൽ ചെല്ലുമ്പോൾ ഫുഡൊക്കെ തീർന്നെന്ന് പറഞ്ഞ് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരെയും ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വ്യക്തിയും അവൻ്റെ കൊച്ചു മകനെയും കണ്ട് ലാസ്ലോ പറഞ്ഞു, ഏയ് ഓൾഡ് മാൻ, ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ്, ഒരു പകുതി ബ്രെഡെങ്കിലും കുട്ടിക്ക് കൊടുക്കൂ എന്ന്. എന്നിരുന്നാലും ഫുഡെല്ലാം തീർന്നുവെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നു. പിന്നീട് ആ ആഫ്രിക്കൻ അമേരിക്കൻ ചേട്ടനോട് ലാസ്ലോ സൗഹൃദം സൃഷ്ടിക്കുന്നു. പിന്നീട് ലാസ്ലോ നമ്മുടെ ആറ്റിലയുടെ ഫർണിച്ചർ ഡിസൈൻ ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ധനികനായ വ്യക്തിയുടെ മകൻ വന്ന് തൻ്റെ അച്ഛൻ്റെ ലൈബ്രറി പുതുക്കി പണിയാനായി ഇവരുടെ ഷോപ്പിലെത്തുന്നത്. ആറ്റിലയും ലാസ്ലോയും ചേർന്ന് പണി തുടങ്ങുന്നു. വീടിൻ്റെ മുകളിലെ ഗ്ലാസ് പണിക്കാരുടെ അബദ്ധം കൊണ്ട് വീണ് പൊട്ടിപ്പോകുന്നു. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലൈബ്രറിയുടെ പണി ഏകദേശം തീർക്കുന്നു. അപ്പോഴാണ് ധനികനായ അച്ഛൻ ഹാരിസൺ വരുന്നത്. അദ്ദേഹം ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ അറിയാതെയാണ് ഈ പണി മകൻ ഇവരെ ഏൽപ്പിച്ചത്. അതിൻ്റെ ക്യാഷ് പോലും കൊടുക്കാതെ അവരെ പറഞ്ഞു വിടുന്നു. ഈ അവസരം മുതലെടുത്ത് ആറ്റിലയുടെ ഭാര്യ ഓഡ്രി വന്ന് ആറ്റിലയോട് ലാസ്ലോ എൻ്റെ പുറകെ നടക്കുകയാണെന്ന് കള്ളം പറയുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ലാസ്ലോയെ ആറ്റില വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പിന്നെ 3 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാസ്ലോ ഒരു ഷെൽട്ടർ ഹോമിൽ താമസിക്കുകയാണ്. കൂടെ ആഫ്രിക്കൻ ചേട്ടനുമുണ്ട്. അവിടെ ഒരു കൽക്കരി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പണ്ട് തെറി പറഞ്ഞ് ഇറക്കി വിട്ട ഹാരിസൺ അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും ഹാരിസൻ്റെ ലൈബ്രറി ഡിസൈൻ ഫേമസ് ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാപ്പ് പറയാനും ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുമാണ് ഹാരിസൺ വന്നിട്ടുള്ളത്. അന്നത്തെ കിട്ടാനുള്ള തുക മുഴുവനും ലാസ്ലോയ്ക്ക് ഹാരിസൺ നൽകുന്നുണ്ട്. അന്ന് രാത്രി ആ ക്യാഷ് വെച്ച് ലാസ്ലോയും ആഫ്രിക്കൻ ചേട്ടനും ചേർന്ന് ഒരു നൈറ്റ് പാർട്ടിക്ക് പോയി അടിച്ചു പൊളിക്കുകയും മാരക മയക്കുമരുന്നായ ഹെറോയിൻ കുത്തിവെക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഹാരിസൺ വിട്ട കാറ് വരുമ്പോൾ ലാസ്ലോ ഹാരിസൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് പാർട്ടിക്ക് പോകുന്നു. അവിടെ വെച്ച് ലാസ്ലോയുടെ തൻ്റെ അമ്മ മരിച്ചതിൻ്റെ സ്മാരകമായിട്ടൊരു ലൈബ്രറിയും തിയേറ്ററും ജിംനാസിയും ഒത്തുചേർന്ന് ചാപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു. എത്ര പണം വേണമെങ്കിലും തരാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അവനൊരു മോഡൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലാസ്ലോയുടെ ആഗ്രഹപ്രകാരം തൻ്റെ ഭാര്യയെയും അനുജത്തെയും ഇവിടെ താമസിപ്പിക്കാനുള്ള അനുമതി കൂടി വാങ്ങുന്നു. പിന്നീട് തൻ്റെ ഭാര്യ എർസബറ്റിനെ വീൽ ചെയറിൽ കാണുമ്പോഴാണ് അവൾക്ക് നടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അസുഖമുണ്ടെന്ന് അറിയുന്നത്. അനിയത്തി സോഫിയ ആവട്ടെ യുദ്ധത്തിൻ്റെ ശേഷം മിണ്ടാൻ പറ്റാത്ത ഊമയായി മാറിക്കഴിഞ്ഞു. അവൻ ഫാമിലിയെയും കൊണ്ട് ഹാരിസൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവനില്ലാത്ത സമയം കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി മെറ്റീരിയൽസ് മാറ്റിയതറിഞ്ഞ് ലാസ്ലോ അവിടെയുള്ളവരോട് ദേഷ്യപ്പെടുന്നു. അവൻ്റെ ഐഡിയ സാധാരണ ഒരു ബിൽഡിംഗ് കെട്ടുന്നത് പോലെ ആയിരുന്നില്ല. ബ്രൂട്ടലിസ്റ്റ് ആർക്കിടെക്റ്റിംഗ് ആണ് അവൻ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. വലിയ ബ്ലോക്സും ബ്രിക്സും ഒക്കെ ഉപയോഗിച്ചുള്ള ബോൾഡ് ജിയോമെട്രിക്കൽ ഷേപ്പ് പോലെ തോന്നുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ബ്രൂട്ടലിസ്റ്റ് ആർക്കിടെക്ചർ. അടുത്ത ദിവസം തന്നെ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ട്രെയിൻ പൊട്ടിത്തെറിക്കുന്നു. അതോടെ ബിൽഡിങ്ങിൻ്റെ പണി ഹാരിസൺ നിർത്തിവെച്ച് എല്ലാവരെയും പിരിച്ചുവിടുന്നു. ഇപ്പോൾ ലാസ്ലോയും ഫാമിലിയും താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അവിടെ സോഫിയ ഉണ്ട്. സോഫിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഹാരിസൺ തിരിച്ചു വന്ന് ലാസ്ലോയോട് പണി തീർക്കുന്ന കാര്യം സംസാരിച്ച് മാർബിൾ നോക്കാനായി പോകുന്നുണ്ട്. അവിടെ വെച്ച് ലാസ്ലോ വീണ്ടും ഹെറോയിൻ കുത്തിവെച്ചത് ഹാരിസൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ആരുമില്ലാത്ത സമയത്ത് ലാസ്ലോയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ശാരീരികമായി റേപ്പ് ചെയ്യുന്നു. പിന്നീട് വർക്ക് സൈറ്റിലെത്തുമ്പോൾ ലാസ്ലോ ആകെ അസ്വസ്ഥനാണ്. കാണുന്നവരോടെല്ലാം ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഭാര്യ എർസബത്ത് ലാസ്ലോയെ വഴക്ക് പറഞ്ഞവർ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി എർസബറ്റിന് പെയിൻ കൂടിയപ്പോൾ ലാസ്ലോ തൻ്റെ ഹെറോയിൻ അവൾക്ക് നൽകുന്നു. രണ്ടുപേരും വീണ്ടും വീണ്ടും ഹെറോയിൻ ഉപയോഗിച്ച് രാവിലെ തന്നെ എർസബറ്റിനെ വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. പക്ഷെ അവർ അന്ന് പ്രണയിച്ചപ്പോൾ എപ്പോഴോ താൻ റേപ്പ് ചെയ്യപ്പെട്ട കാര്യം എർസബറ്റിനോട് അവൻ പറഞ്ഞു.
ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ചതിന് ശേഷം എലിസബത്ത് ആദ്യം എത്തിയത് ഹാരിസൻ്റെ വീട്ടിലാണ്. അവിടെ വെച്ച് ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ഹാരിസൺ ഒരു റേപ്പിസ്റ്റ് ആണെന്നും തൻ്റെ ഭർത്താവിനെ റേപ്പ് ചെയ്തെന്നും പറയുന്നത് കേട്ട് ഹാരിസൻ്റെ മകൻ അവളെ തള്ളിയിടുന്നു. എന്നാൽ ഹാരിസൻ്റെ മകൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹാരിസൺ ഇറങ്ങിപ്പോയി. പിന്നീട് എല്ലാവരും ചേർന്ന് വീടും ചാപ്പലും അരിച്ചു പെറുക്കിയെങ്കിലും ഹാരിസനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ആ ചാപ്പലിനകത്ത് ലാസ്ലോ എന്ന വാസ്തുശില്പിയുടെ മികവ് വെളിപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ലാസ്ലോ ആവട്ടെ ട്രോമയിൽ നിന്ന് തിരിച്ചു വരുന്നതേ ഉള്ളൂ. എലിസബത്ത് മരിച്ചതിന് ശേഷം 1980 അമേരിക്കയിലുടനീളം നിർമ്മിച്ച വിവിധ പദ്ധതികൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ ലാസ്ലോ രൂപകൽപ്പന ചെയ്ത ചാപ്പലും ഇടം പിടിക്കുന്നു. നമ്മുടെ സോഫി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ട്. സോഫിയയ്ക്ക് ഇപ്പോൾ മിണ്ടാനൊക്കെ പറ്റും. അങ്ങനെ അവളുടെ ഒരു പ്രസംഗത്തോടെ ഫിലിം അവസാനിക്കുന്നു. ലാസ്ലോ സോഫിയോട് പണ്ടിങ്ങനെ പറഞ്ഞിട്ടുള്ളതായി അവൾ സൂചിപ്പിക്കുന്നു. നോ മാറ്റർ വാട്ട് ദ അതേഴ്സ് ട്രൈ ആൻഡ് സെൽ യു, ഇറ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ നോട്ട് ദ ജേർണി. മറ്റുള്ളവർ നിങ്ങളെ വിൽക്കാൻ ശ്രമിച്ചാലും അത് ലക്ഷ്യസ്ഥാനമാണ്, യാത്രയല്ല. ഈ ഫിലിം ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. കാരണം 1950കളിലെ കഥയും 2024 സിനിമാറ്റോഗ്രഫിയും ചേരുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഈ ഫിലിം. എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ഒരു എപ്പിക് ഫിലിം, അങ്ങനെ തന്നെ വേണം ഈ ഫിലിമിനെ പറയാൻ. അപ്പോൾ അടുത്ത സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.